മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ 52-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത് ഗുരു. ഗഭസ്തിനേമി എന്ന് ആദ്യത്തെ നാമം. ഗഭസ്തി എന്ന് പറഞ്ഞാൽ രശ്മി എന്നർത്ഥം. ആ അനവധി രശ്മികൾ ഉള്ളതിൽ ആ രശ്മികളുടെ എല്ലാം നേമിയായിട്ട്, രശ്മികളൊരു ചക്രം മാതിരിയാണ്. സൂര്യബിംബത്തിനെയാണ് പറയണത്. ആ സൂര്യബിംബത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ആ രശ്മികൾ നാലുപാടും പ്രസരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഒരു ചക്രം പോലെയാണ് ആ നാല് ഭാഗത്തേക്ക് പോകുന്നതായിട്ടുള്ള നേമികൾ. അതിൻ്റെ നടുക്ക് ആ രശ്മികളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഒരു ചക്രം, ഒരു നേമി, ആ ചക്രത്തിൻ്റെ നേമി പോലെ ആണ് സൂര്യദേവൻ വർത്തിക്കുന്നത് എന്നാണ്. ആ സൂര്യദേവൻ തന്നെ ഭഗവാന്റെ വിഭൂതി ആയതുകൊണ്ട് സൂര്യരൂപിയായിട്ടുള്ള ഭഗവാനെ ആണ് ഗഭസ്തിനേമി എന്നുള്ളതായിട്ടുള്ള നാമം കൊണ്ട് പറയണത്. ഗഭസ്തിനേമി എന്നാകുമ്പോൾ സുതേ സൂര്യൻ എന്നുള്ളതായിട്ടുള്ള അർത്ഥമാണ്. അപ്പോൾ ആ സൂര്യദേവനാവുന്ന ഭഗവാൻ, സൂര്യാത്മകനായിട്ടുള്ള സൂര്യരൂപനായിട്ടുള്ള ഭഗവാൻ എന്ന് കിട്ടണം. അപ്പോൾ ഗഭസ്തിനേമിഹി എന്ന്. അടുത്തത് രണ്ടാമത്തെ നാമം സത്വസ്ഥ. സത്വത്തിൽ വർത്തിക്കുന്നവൻ, സത്വഗുണത്തിൽ വർത്തിക്കുന്നവൻ, സത്വഗുണ പ്രധാനമായിട്ടുള്ള ഒരു രൂപം ധരിച്ചവൻ എന്നർത്ഥം. അതായത് ഭഗവാൻ വിഷ്ണു ഭഗവാനെ, വിഷ്ണു എന്നുള്ളതായിട്ടുള്ള രൂപത്തിലുള്ളതായ ഭഗവാനെയാണ് പറയണത്. സത്വരൂപിയാണ് ഭഗവാൻ. അതുകൊണ്ട് സത്വസ്ഥ എന്ന് ഭഗവാന് നാമധേയം വന്നു എന്ന്. ഇനി അതല്ലെങ്കിൽ സത്വം എന്നുള്ളതിന് പ്രാണി, ഭൂതം എന്ന് ഭൂതങ്ങളൊക്കെ, അതായത് എല്ലാ ജീവജാലങ്ങളും, ആ ജീവജാലം എന്നുള്ളതായിട്ടുള്ള അർത്ഥം. ഭൂതങ്ങളിൽ, സത്വത്തിൽ എന്ന് പറയുമ്പോൾ ഭൂതങ്ങളിൽ മൃഗങ്ങൾ, പക്ഷികളൊക്കെ സത്വങ്ങളാണ്. അപ്പോൾ ആ സത്വത്തിൽ വർത്തിക്കുന്നവൻ, ഭൂതാദികളിൽ വർത്തിക്കുന്നവൻ എന്ന് അർത്ഥം. അപ്പോൾ സത്വസ്ഥ എന്ന് ഭഗവാന്റെ നാമധേയം. അവരിലൊക്കെ വർത്തിക്കുന്നവൻ, എല്ലാ ജീവജാലങ്ങളിലും വർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സത്വസ്ഥ, സത്വത്തിൽ വർത്തിക്കുന്നവൻ. സത്വം എന്ന് പറഞ്ഞാൽ ജീവി എന്നർത്ഥം. സിംഹ എന്ന് അടുത്ത നാമധേയം. സിംഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമശാലി, സിംഹത്തിനെ പോലെ വിക്രമശാലിയായതുകൊണ്ട് സിംഹ എന്ന് ഭഗവാന്റെ നാമധേയം. സിംഹത്തെ പോലെ വിക്രമം ഉള്ളവനായതുകൊണ്ട് ഭഗവാന് സിംഹ എന്ന് നാമധേയം. അതല്ലെങ്കിലോ ഒരു അർത്ഥം കൂടി പറയുന്നുണ്ട്. നരസിംഹ അല്ലെങ്കിൽ നൃസിംഹ എന്ന് ഉള്ളതിൽ നൃ എന്നുള്ളതായിട്ടുള്ള ഭാഗം ലോപിച്ചു പോയാൽ ബാക്കി സിംഹ എന്നായി. അപ്പോൾ നരസിംഹരൂപിയായിട്ടുള്ള ഭഗവാനെ സിംഹ എന്ന് പറയുന്നു എന്ന് സാരം. എന്താണ് ഈ നരസിംഹരൂപി എന്നുള്ളതിന് സിംഹ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, സിംഹരൂപി എന്നല്ലേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അവിടെ ഒരു ഉദാഹരണം പറയാണ്. സത്യഭാമ എന്നുള്ള പേര് സത്യഭാമ എന്നാണെങ്കിലും ഭാമ എന്ന് മാത്രമായിട്ട് സത്യഭാമയെ പറയാറുണ്ട് അല്ലേ. ഭാമ എന്ന് മാത്രം പറഞ്ഞാലും സത്യഭാമ എന്നാണ് ഗ്രഹിക്കുക. അപ്പോൾ അതുപോലെ ഇവിടെ സിംഹ എന്ന് പറഞ്ഞാലും നൃസിംഹ എന്ന്, സിംഹരൂപിയായിട്ടുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ നൃസിംഹരൂപിയായിട്ടുള്ള ഭഗവാൻ എന്ന് ധരിക്കണം എന്ന്. അതായത് ആ ലോപിച്ചു വന്നിട്ട് നൃ എന്നുള്ളതായിട്ടുള്ള ഭാഗം ലോപിച്ചിട്ട് സിംഹ എന്ന് മാത്രമായി എന്നാണ്. ക്രമിയായതുകൊണ്ട് സിംഹ എന്ന പേര്. അതല്ലെങ്കിൽ ഒരു ഭാഗം നൃസിംഹ എന്നതിലെ നൃ എന്ന ഭാഗം ലോപിച്ചുകൊണ്ട് സത്യഭാമ എന്നതിന് പകരം ഭാമ എന്ന് പറയുന്നത് പോലെ സിംഹ എന്ന് പറയുന്നു ഭഗവാനെ എന്നർത്ഥം. ഇനി ഭൂതമഹേശ്വര, ഭൂതാനാം മഹാനീശ്വര, ഭൂതങ്ങളുടെ എല്ലാം തന്നെ, എല്ലാ ഭൂതങ്ങളുടെയും മഹാനായ ഈശ്വരനായതുകൊണ്ട് ഭൂതമഹേശ്വര എന്ന് നാമം. ഭൂതമഹേശ്വര, ഭൂതാനാം മഹാൻ ഈശ്വര, അല്ലെങ്കിൽ ഭൂതേന, ഭൂതശബ്ദത്തിന് സത്യം എന്നർത്ഥം. അപ്പോൾ ആ സത്യേന
സ ഏവ പരമോ മഹാനീശ്വര ഇതിവാ ഭൂതമഹേശ്വര. ഭൂതം ഹേതുവായിട്ട് സത്യസ്വരൂപനായതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് പരമമായിട്ടുള്ള ഈശ്വരൻ എന്നതുകൊണ്ട് ഭൂതമഹേശ്വര എന്ന് ഭഗവാന് നാമധേയം. ഇനി അടുത്തത് ആദിദേവ. ഭൂതാനി ആദീയന്തേ അനേന ഇതി ആദിഹി. എല്ലാ ഭൂതങ്ങളെയും തന്നിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആദിഹി എന്ന പദം സർവഭൂതങ്ങളെയും തന്നിലേക്ക് ആദാനം ചെയ്യുന്നത് കൊണ്ട്, ആദാനം ചെയ്യുക എന്ന് വെച്ചാൽ സ്വീകരിക്കുക, സർവഭൂതങ്ങളെയും ആദീയന്തേ സർവഭൂതാനി ആദീയന്തേ അനേന ഇതി. ഭഗവാൻ എല്ലാ ഭൂതങ്ങളെയും തന്നിലേക്ക് സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് ആദിഹി എന്ന് പറയാം ഭഗവാനെ. ആദിയും ദേവനുമായതുകൊണ്ട് ആദിദേവ. ആദിയുമാണ്, അതായത് എല്ലാ ഭൂതങ്ങളെയും തന്നിലേക്ക് സ്വീകരിക്കുന്നവനുമാണ്, ദേവനുമാണ്, പ്രകാശരൂപനുമാണ് എന്നതുകൊണ്ട് ആദിദേവ എന്ന് നാമധേയം ഭഗവാന്. മഹാദേവ സർവാൻ ഭാവാൻ പരിത്യജ്യ ആത്മജ്ഞാനയോഗ ഐശ്വര്യേ മഹതി മഹീയതേ തസ്മാദുച്യതേ മഹാദേവ എന്ന് ഭാഷ്യം. സർവാൻ ഭാവാൻ ബാക്കി എല്ലാ ഭാവങ്ങളെയും ഉപേക്ഷിച്ച്, പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട്, ആത്മജ്ഞാനയോഗ ഈശ്വര്യേ ആത്മജ്ഞാനം, യോഗം, ഐശ്വര്യം എന്നിവയിൽ ആത്മജ്ഞാന യോഗ ഐശ്വര്യേ മഹതി ശ്രേഷ്ഠമായ ആത്മജ്ഞാന യോഗം, ഐശ്വര്യം ഇവയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മഹാദേവ എന്ന് പേര്. ദേവ എന്ന് പറഞ്ഞാൽ ദിവ്യതേ ഇതി ദേവ, പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദേവൻ, മഹാനായിട്ടുള്ള ദേവൻ. എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഈ ആത്മജ്ഞാനം, ഐശ്വര്യം, യോഗം എന്നിവ കൊണ്ട് പ്രകാശിക്കുന്നു എന്നതുകൊണ്ട് മഹാദേവ എന്ന് നാമധേയം. അടുത്തത് ദേവേശ. പ്രാധാന്യേന ദേവാനാമീശ ദേവേശ. എല്ലാ ദേവന്മാരുടെയും ഈശനാണ് എന്നതുകൊണ്ട് എല്ലാ ദേവന്മാരെയും ശാസിച്ചുകൊണ്ട് അവർക്കെല്ലാം എല്ലാ ദേവന്മാർക്കും ഉപരിയായി വർത്തിക്കുന്നു, അവരെ എല്ലാവരെയും എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് ദേവേശ എന്നുള്ളതായ നാമധേയം. ഇനി ദേവഭൃത് ഗുരുഹു. ദേവഭൃത്ത്, ദേവന്മാരെ എല്ലാം ഭരിക്കുന്നത് ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രൻ്റെയും ഗുരുവാണ് എന്നുള്ളത് കൊണ്ട് ദേവഭൃത് ഗുരുഹു എന്ന നാമധേയം. ദേവഭൃത് എന്ന് പറയുമ്പോൾ ദേവന്മാരെ എല്ലാം ഭരിക്കുന്നവൻ എന്നർത്ഥം. അത് ദേവന്മാരുടെ രാജാവായിട്ടുള്ള ദേവേന്ദ്രനാണ്. ആ ദേവേന്ദ്രൻ്റെയും ഗുരുവാണ് എന്നതുകൊണ്ട് ദേവഭൃത് ഗുരുഹു എന്ന് ഭഗവാന്റെ നാമധേയം. ഇനി ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത് ഗുരുഹു.